പക്ഷേ മകളുടെ സ്ഥാനത്ത് ഒരാളും കൂടെ ഉണ്ടെന്ന് നീ ഓർക്കണം. അവൾക്ക് നമ്മളെ ആവശ്യമുണ്ട്. ഒരു സൂചന പോലും തരാതെയാ എന്റെ മോളെ ഈ കടുങ്കൈ ചെയ്തത്. നമ്മുടെ നിത്യമോള് ഇങ്ങനെ ചെയ്യുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കത്തില്ല. പിന്നെന്താ നമ്മുടെ മോക്ക് സംഭവിച്ചത്? പറ, എന്താ സംഭവിച്ചത്? അത് കണ്ടുപിടിക്കണം പാർവതി. അതുവരെ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. നീ പറഞ്ഞില്ലേ ജീവിക്കാൻ താല്പര്യമില്ലെന്ന്. ആ കൊതി നമ്മുടെ സുധിമ മരിച്ചപ്പോ തന്നെ പോയതാ എനിക്ക്. പിന്നെയുള്ള ജീവിതം നിത്യമോക്ക് വേണ്ടിയായിരുന്നു. എന്റെ കുഞ്ഞും പോയി. ജോലികൾ ഒരുപാട് ബാക്കി വെച്ചിട്ടാ എന്റെ കുഞ്ഞ് യാത്രയായത്. നമുക്ക് കണ്ടുപിടിക്കണ്ടേ പാർവതി, നമ്മുടെ കുഞ്ഞെങ്ങനെയാ മരിച്ചെന്ന്? ആരെങ്കിലും ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ അതാരാണെന്ന് കണ്ടുപിടിക്കണ്ടേ നമുക്ക്? എന്നാലല്ലേ പാർവതി നമ്മുടെ മോടെ ആത്മാവിന് ശാന്തി കിട്ടൂ. ഇനിയുള്ള ജീവിതം അതിനു വേണ്ടിയുള്ളതാ. എന്റെ കുഞ്ഞ് മരിച്ച എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കണം. അതിന് എന്റെ കൂട്ടെനിക്ക് വേണം. നീ ഉണ്ടാകണം എന്റെ കൂടെ, ഒരു ബലമായിട്ട്, പ്രചോദനമായിട്ട്. പാർവതി, നീ ഇങ്ങനെ കരയുമ്പോ പൊട്ടിപ്പോന്ന് എന്റെ നെഞ്ച. ഞാൻ കടന്നുപോയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നമ്മുടെ നിത്യമോക്ക് ഇങ്ങനെ ഒരു ഗതി വരില്ലായിരുന്നു പാർവതി. ആ കുറ്റബോധം എന്റെ ഉള്ളിൽ കിടന്ന് നീറുന്നുണ്ട്. കണ്ണു തുടക്കി പാർവതി. നമ്മളെ ദൈവം പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. ജയിക്കണം നമുക്ക്. കണ്ണു തുടക്കി പാർവതി. നമ്മൾ കരയുമ്പോ തോക്കുന്നത് നമ്മുടെ നിത്യമോള. ഇനിയെങ്കിലും നമ്മുടെ കുഞ്ഞ് തോക്കാൻ പാടില്ല. ചെന്ന് കുറച്ച് സമയം സമാധാനമായിട്ടിരിക്കും. മനസ്സൊന്ന് ശാന്തമാവട്ടെ. ചെല്ലേ. എങ്ങോട്ടാ? നിത്യയുടെ വീട്ടിലേക്ക്. എന്തിന്? അതൊരു മരണ വീടാണെന്നറിയില്ലേ? മരണ വീട്ടിൽ പോകാൻ ഇനി പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? നീ പോകണ്ട. മകൻ പറഞ്ഞിട്ടുണ്ടാവും എന്നെ തടയാൻ. എന്നാലല്ലേ മകൻ അവിടെ കിടന്ന് നല്ലോണം വിലസാൻ പറ്റും. എന്തിനാ ചന്ദ്രേ വെറുതെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയണത്? എന്താ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ആ മരണം ഒരവസരമാക്കി എടുത്തിരിക്കുക സിദ്ധുവേട്ടൻ. മുഴുവൻ സമയം ഇപ്പൊ സിദ്ധുവേട്ടൻ അവളുടെ കൂടെ തന്നെയാ. ഇങ്ങനെ പോയാ അവിടെ താമസമാക്കാനും മടിക്കില്ല. നിന്നെ പോലെയല്ല അവൻ. അവൻ എന്റെ മോനാ. നിലയും വിലയും വിട്ട് അവൻ ഒരിക്കലും പെരുമാറില്ല. അന്തസ്സുള്ള കുടുംബത്തിലാ അവൻ ജനിച്ചത്. കുടുംബത്തിന്റെ അന്തസ്സിനെ പറ്റിയൊന്നും എന്നോട് വിശദീകരിക്കണ്ട.
സ്വന്തം ഭാര്യയുള്ളപ്പോ വേറൊരു പെണ്ണിന്റെ വാലി തൂങ്ങി നടക്കുന്നതായിരിക്കും നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് നീ തന്നെയല്ലേ? ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. എന്നെങ്കിലും നീ അത് ചെയ്തിട്ടുണ്ടോ? പകരം വെറുപ്പിച്ചു, ആട്ടി അകറ്റി. ഇനി അവൻ നീ ആഗ്രഹിക്കും പോലെ പെരുമാറണമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. കണ്ണകന്നാൽ മെയ്യകന്നു, മെയ്യകന്നാൽ മനമകന്നു. ഇനി ഒരിക്കലും നിങ്ങളെ തമ്മിൽ കൂട്ടിയോജിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കി ഒഴിഞ്ഞു മാറുന്നതാ നിനക്ക് നല്ലത്. അതേ ശാശ്വതമാകും. ഞാൻ ഒഴിഞ്ഞു പോകുന്ന ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവര് വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഞാൻ പറയും. ചക്രശ്വാസം വലിപ്പിക്കും ഞാൻ നിങ്ങളുടെ മോനെ കൊണ്ട്. എന്നെ നിങ്ങൾക്കാർക്കും ശരിക്കും അറിയില്ല. എന്തിനാ കൂടുതൽ അറിയുന്നത്? അറിഞ്ഞിടത്തോളം മതിയല്ലോ. ഇതൊക്കെ എന്ത് ഇനിയാണ് അറിയാൻ കിടക്കുന്നത്. പോയിട്ട് വരാം. അല്ലെങ്കിൽ കാമുകയും കാമുകനും കൂടി ഒളിച്ചോടി പോവും. ഹലോ അളിയ. അളിയ, അവളങ്ങോട്ട് വന്നിട്ടുണ്ട്. ആര്? ചന്ദ്രയോ? എന്തിന്? ലക്ഷണം കണ്ടിട്ട് അവിടെ നിൽക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. ഒരു കാരണവശാലും അതിന് സമ്മതിക്കരുത്. ഞാൻ അതിന് സമ്മതിക്കും അളിയ. ഇവിടെ എന്ത് ബന്ധം പറഞ്ഞ അവൾ വരുന്നത്? ബന്ധമൊക്കെ അവൾ ഉണ്ടാക്കിക്കൊള്ളു. അതൊരു മരണ വീടാ. ചന്ദ്ര കാരണം അവിടെ ഒരു വഴക്കുണ്ടാവാൻ പാടില്ല. എന്നോട് കോർക്കാൻ വന്നാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അളിയ, എന്തായാലും വിളിച്ചു പറഞ്ഞതിന് താങ്ക്സ്. അതിന് പ്രിപ്പയർ ആയിട്ടിരിക്കാമല്ലോ. നല്ലതിനല്ല വരുന്നതെന്ന് അറിയാലോ. ലക്ഷ്യം അളിയനും ദേവികയുമാണ്. ഒന്നും സംസാരിക്കാൻ സമ്മതിക്കാതിരുന്നാ മതി. ശരി. ശരത്തും പാർവതിയും അവളുടെ കൂടെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കണം. അളിയ, തെറ്റ് ചെയ്തവരല്ലേ പേടിക്കേണ്ടതുള്ളൂ. അവള് വരട്ടെ, വേണ്ടത് ഞാൻ ചെയ്തോളാം. ആ, ശരി. അവൻ എന്തിനാ എപ്പോഴും ആ വീട്ടിൽ തന്നെ പോയി നിൽക്കുന്നത്? വേറൊന്നുമല്ല, ഒരു ദുർമരണം നടന്ന വീടല്ലേ. അതുകൊണ്ട് അതല്ല, അതിന്റെ ദോഷം അവനെ കൂടി ബാധിക്കുമെന്ന് എന്റെ പേടി. എന്റെ പ്രേമേ, നിനക്ക് ഇത്ര കണ്ണിച്ചോര ഇല്ലാതായി പോയല്ലോ.